നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്ട്രോബെറി ലെഗ്സ് ഒന്നും വരാണ്ട് എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഈ കാലിൽ രോമ കാണുന്ന വൃത്തിയേടല്ലേ. അപ്പോൾ എങ്ങനെയാണ് മനോഹരമായിട്ട് നമ്മുടെ കാലുകൾ സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ കാലുകൾ എപ്പോഴും സോഫ്റ്റായിട്ടും ഭംഗിയായിട്ടും നന്നായിട്ടിരിക്കാനായിട്ട് സഹായിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നമുക്ക് ഒരു പാടുകളും കുത്തുകളും സ്ട്രോബെറി ലെഗ്സ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് ഷേവ് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഷേവ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഷേവിങ് ക്രീമുകൾ, ഷേവിങ്ങിൻ്റെ സ്പ്രേ കിട്ടും, അതുപോലെ തന്നെ മറ്റു പല സ്ട്രിപ്സുകൾ കിട്ടും. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ഷേവിങ് റേസർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ബോഡി വാഷോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ക്രീം വാഷോ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ കാലുകൾ ആദ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ലൂഫ് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മൈൽഡ് സ്ക്രബ് കൊടുക്കുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ട് കാല് ഈ രീതിയിൽ നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു രീതിയിൽ നമ്മൾ ഒന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കാല് വാഷ് ചെയ്തിട്ട് ഈ ഒരു സോപ്പിൻ്റെ കണ്ടൻറ്റൊക്കെ നമ്മളുടെ കാലിൽ നിന്ന് നന്നായിട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് ഒരു റേസർ ഉപയോഗിക്കുക ചെയ്യുന്നത്. റേസർ സിമ്പിളായിട്ടുള്ളതും ഈസി ആയിട്ടുള്ള മെത്തേഡ് കിട്ടുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ ഷേവിങ് ജെല്ലോ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ റേസർ എടുക്കുക. റേസർ എടുത്തതിന് ശേഷം പതിയെ വളരെ സാവധാനത്തിൽ മാത്രം ഈ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കത് ഈ രീതിയിൽ മുകളിലോട്ട് നമുക്ക് രോമം പതിയെ പതിയെ കളയാവുന്നതാണ്. ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് നമ്മൾ കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ സിറോണ തുടങ്ങിയ പല ബ്രാൻഡിനെ നമുക്ക് അവൈലബിൾ ആണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ബ്രാൻഡ് ഞാൻ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതാണോ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഏതെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് താഴെ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മളുടെ ഇതിനെന്താ പറയുക, പുല്ലൂന്നിന്നോ എന്തൊരു പറയില്ലേ, ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഷേവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. വലിച്ച് നമ്മൾ ഒരിക്കലും ഷേവ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ മുറിയണ ഭാഗമാണ്. അതുപോലെ തന്നെ പലരുടെയും കാലുകളിൽ പാടി അങ്ങോട്ടുണ്ട്, എനിക്കും നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഷേവ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഒന്നും കൂടെ തുടയ്ക്കുക. തുടച്ചതിന് ശേഷം ഒരു സ്ക്രബ് ഉപയോഗിക്കാം. ഞാൻ ലാ ഓർഗാനോയുടെ സ്ക്രബ് ഉപയോഗിക്കണേ. അതുപോലെ തന്നെ നമുക്ക് സ്ക്രബ് ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി പഞ്ചസാര, ഹണി, അതുപോലെ തന്നെ കോഫി പൗഡർ ഇട്ടിട്ട് നമുക്ക് മസാജ് കൊടുക്കാം. അതുപോലെ തന്നെ ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് ശേഷം ഞാൻ കുറച്ച് ഓർഗാനിക് വെളിച്ചെണ്ണയും മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ തന്നെ ലീവ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മസാജ് ഇട്ട് തുടച്ചിട്ട് നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം മാത്രമായിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് വയ്ക്കാം. ഈ മോയ്സ്ചറൈസറിൻ്റെ കൂടെ ഒരല്പം നമുക്ക് ഒരു തുള്ളി റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ ചേർത്തിട്ട് ഓരോ ഡ്രോപ്സ് മതി ചേർത്തിട്ട് ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാല് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഇരിക്കാനത് സഹായിക്കും കേട്ടോ. ഇപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കൂ കേട്ടോ. ടാറ്റാ, ബൈ.